BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. ഹിസ് ഹൈനസ് ഷെയ്ഖ് ഖാലിദ് ബിൻ ഹമദ് മൂന്നാമത് ഏഷ്യൻ യൂത്ത് ഗെയിംസ് ലോഗോ പ്രകാശനത്തിൽ പങ്കെടുത്തു. ഒക്ടോബർ 22 മുതൽ 30 വരെ ബഹ്റൈനിൽ റിറ്റ്സ് കാൾട്ടൺ ഹോട്ടലിൽ നടക്കുന്ന മൂന്നാമത് ഏഷ്യൻ യൂത്ത് ഗെയിംസിന്റെ ലോഗോ പ്രകാശന ചടങ്ങിലാണ് ഹിസ് ഹൈനസ് ഷെയ്ഖ് ഖാലിദ് ബിൻ ഹമദ് അൽ ഖലീഫ പങ്കെടുത്തത്. രാജാവ് ഹമദ് ബിൻ ഈസ് അൽ ഖലീഫയുടെ രക്ഷാകർതൃത്വത്തിൽ നടക്കുന്ന ഗെയിംസിന് ഹിസ് ഹൈനസ് ഷെയ്ഖ് ഖാലിദ് ബിൻ ഹമദ് നന്ദി രേഖപ്പെടുത്തി. കായിക വികസനത്തിന് പിന്തുണ നൽകിയതിന് കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ ഹിസ് റോയൽ ഹൈനസ് പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫയ്ക്കും ഷെയ്ഖ് ഖാലിദ് ബിൻ ഹമദ് നന്ദി പറഞ്ഞു. യുവാക്കളെയും കായിക വിനോദങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്നതിൽ ഹ്യൂമാനിറ്റേറിയൻ വർക്കുകളും യുവജന കാര്യങ്ങളുടെയും പ്രതിനിധിയായ ഹിസ് ഹൈനസ് ഷെയ്ഖ് നാസർ ബിൻ ഹമദ് അൽ ഖലീഫയുടെ ശ്രമങ്ങളെ ഷെയ്ഖ് ഖാലിദ് ബിൻ ഹമദ് അഭിനന്ദിച്ചു. ഐക്യവും സമാധാനവും വർദ്ധിപ്പിക്കാൻ സ്പോർട്സ് ഉപയോഗിക്കാനുള്ള ബഹ്റൈൻ പ്രതിബദ്ധത ഹിസ് ഹൈനസ് ഷെയ്ഖ് ഖാലിദ് ബിൻ ഹമദ് എടുത്തു പറഞ്ഞു. ഗെയിംസ് ബഹ്റൈനെ തോൽപ്പിച്ചതിന് ഒളിമ്പിക് കൗൺസിൽ ഓഫ് ഏഷ്യയോട് ഹിസ് ഹൈനസ് നന്ദി പറഞ്ഞു. ഗെയിംസിന്റെ ചരിത്രവും ബഹ്റൈന്റെ സാംസ്കാരിക നേട്ടങ്ങളും അടങ്ങിയ വീഡിയോയും ചടങ്ങിൽ പ്രദർശിപ്പിച്ചു. അറബിക് ലിപി, ഒളിമ്പിക് നിറങ്ങൾ, സൂര്യന്റെ ചിഹ്നം എന്നിവ സംയോജിപ്പിച്ച ബഹ്റൈന്റെ വ്യക്തിത്വവും ഉൾക്കൊള്ളലും പ്രതിഫലിപ്പിക്കുന്ന ലോഗോയാണ് അനാച്ഛാദനം ചെയ്തത്. ബഹ്റൈൻ നാഷണൽ സ്റ്റേഡിയത്തിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ 21 കായിക ഇനങ്ങളും 207 മത്സരങ്ങളും 15 വേദികളിലായി 45 രാജ്യങ്ങളിൽ നിന്നുള്ളവരും പങ്കെടുക്കുന്ന പരിപാടിയാണെന്ന് ബഹ്റൈൻ ഒളിമ്പിക് കമ്മിറ്റി സെക്രട്ടറി ജനറൽ ഫാരിസ് മുസ്തഫ അൽ കുവൈജി പറഞ്ഞു. ബഹ്റൈനിലെ ലോകാരോഗ്യ സംഘടനയുടെ പ്രതിനിധിയെ ആരോഗ്യമന്ത്രി സ്വീകരിച്ചു. ബഹ്റൈനിലെ ലോകാരോഗ്യ സംഘടനയുടെ പ്രതിനിധിയായി സ്ഥാനമൊഴിയുന്ന ഡോക്ടർ തസ്നീം അത്രയെയാണ് ആരോഗ്യമന്ത്രി ഡോക്ടർ ജലീല ബിൻ അൽ സയ്യിദ് ജവാദ് ഹസൻ സ്വീകരിച്ചത്. സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ നടപ്പാക്കുന്നതിലും ആരോഗ്യ പദ്ധതികളും സംരംഭങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുന്നതിലും ശ്രദ്ധേയമായ നേട്ടങ്ങൾ സാക്ഷ്യം വഹിച്ച ബഹ്റൈനിലെ കാലത്ത് ഡോക്ടർ അതാത്രയുടെ സംഭാവനകളെ മന്ത്രി അഭിനന്ദിച്ചു. ആരോഗ്യ മേഖലയിൽ സുപ്രധാന നേട്ടങ്ങൾ കൈവരിച്ച ലോകാരോഗ്യ സംഘടനയുമായുള്ള ബഹ്റൈനുമായുള്ള പങ്കാളിത്തം ഡോക്ടർ ജലീല എടുത്തു പറഞ്ഞു. ആരോഗ്യ സംരക്ഷണ സംവിധാനത്തെ ശക്തിപ്പെടുത്തുകയും സുസ്ഥിരമായ സമഗ്രമായ ആരോഗ്യം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. എല്ലാവർക്കും ആരോഗ്യത്തോടുള്ള ബഹ്റൈന്റെ പ്രതിബദ്ധത ആവർത്തിച്ചു. ലോകാരോഗ്യ സംഘടനയുടെ ശ്രമങ്ങൾക്ക് മന്ത്രാലയത്തിന്റെ സഹകരണത്തിനും പിന്തുണയ്ക്കും ഡോക്ടർ അതാത്ര നന്ദി പറഞ്ഞു. പങ്കിട്ട ലക്ഷ്യങ്ങളും അഭിലാഷങ്ങളും കൈവരിക്കുന്നതിലെ ബഹ്റൈന്റെ കമ്മ്യൂണിറ്റി പങ്കാളിത്തത്തെയും ഇൻസെക്ടറൽ സഹകരണത്തെയും അവർ അഭിനന്ദിച്ചു. രാജ്യത്തിന്റെ പുരോഗതിയും സമൃദ്ധിയും തുടരട്ടെയെന്നും അവർ ആശംസിച്ചു. മൂന്നാമത് ദേശീയ സെലിബ്രേഷൻസ് ഇനീഷ്യേറ്റീവിൽ പങ്കെടുക്കുന്ന വാണിജ്യ സ്റ്റോറുകൾക്ക് വ്യവസായ മന്ത്രാലയം അവാർഡ് നൽകി. വ്യവസായ വാണിജ്യ മന്ത്രാലയം ആരംഭിച്ച ദേശീയ സംരംഭത്തിൽ പങ്കെടുക്കുകയും പ്രയോജനം നേടുകയും ചെയ്ത ഉപഭോക്തൃ സംരക്ഷണ ഡയറക്ടറേറ്റ് പ്രതിനിധീകരിക്കുന്ന വാണിജ്യ സ്ഥാപനങ്ങൾക്കാണ് വ്യവസായ വാണിജ്യ മന്ത്രി അബ്ദുള്ള ബിൻ ആദിൽ ഫക്രു അവാർഡുകൾ നൽകിയത്. ബഹ്റൈൻ അവധിക്കാലത്തും രാജ്യത്തിന്റെ 2024 ആഘോഷങ്ങളിലും വാണിജ്യ മേഖലയ്ക്കുള്ള അവരുടെ പരിശ്രമങ്ങൾക്കും പിന്തുണയ്ക്കുമുള്ള അംഗീകാരമാണ് അവാർഡുകൾ. കൂടാതെ 2024 ഡിസംബറിൽ ആരംഭിച്ച പ്രൊമോഷണൽ ക്യാമ്പയിനുകൾക്കുള്ള ഫീസ് ഒഴിവാക്കലും വാണിജ്യ കിഴിവുകൾ നീട്ടലും ദേശീയ സംരംഭത്തിൽ ഉൾപ്പെടുന്നു. പ്രൊമോഷണൽ ക്യാമ്പയിനുകൾക്കും വാണിജ്യ കിഴിവുകൾക്കുമായി 1210 ലൈസൻസുകൾ നൽകിയതിനാൽ 2023 അപേക്ഷിച്ച് ഏകദേശം 10% വർധനയുള്ളതിനാൽ കിങ്ഡത്തിലെ ഷോപ്പ് ഉടമകളിൽ നിന്നും വാണിജ്യ സമുച്ചയങ്ങളിൽ നിന്നും നാഷണൽ ഇനീഷ്യേറ്റീവ് മികച്ച പങ്കാളിത്തം ലഭിച്ചു. ദേശീയ പരിപാടികളിൽ വാണിജ്യ മേഖലയുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനും അവധിക്കാല ഷോപ്പിംഗ് പ്രസ്ഥാനം വർദ്ധിപ്പിക്കുന്നതിനും പ്രാദേശിക വിപണികളുടെ സ്ഥിരത ഉറപ്പാക്കുന്നതിനും ഉപഭോക്തൃ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനുമുള്ള വ്യവസായ വാണിജ്യ മന്ത്രാലയത്തിന്റെ ശ്രമങ്ങളുടെ ഭാഗമാണ് ഈ സംരംഭം. വാണിജ്യ മേഖലയുടെ നിയന്ത്രണം ഉറപ്പാക്കാനും സമഗ്രതയും നീതിയും പുലർത്തുന്ന ഒരു വാണിജ്യ അന്തരീക്ഷം പ്രദാനം ചെയ്യുന്നതിനുമായി 1993 മന്ത്രിതല പ്രമേയം നമ്പർ 1 അനുസരിച്ച് പ്രൊമോഷണൽ ക്യാമ്പയിനുകൾക്കും വാണിജ്യ കിഴിവുകൾക്കും സമ്മാന നറുക്കെടുപ്പുകൾക്കും ആവശ്യമായ ലൈസൻസുകൾ ഉപഭോക്തൃ സംരക്ഷണ ഡയറക്ടറേറ്റ് നൽകുന്നത് തുടരുന്നു. അമേരിക്കൻ പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റതിന് അമേരിക്കൻ പ്രസിഡന്റ് ഹിസ് എക്സലൻസി ഡൊണാൾഡ് ട്രംപിനെ ഹിസ് മജസ്റ്റി ഹമദ് ബിൻ ഈസ് അൽ ഖലീഫ ടെലിഫോണിൽ അഭിനന്ദനം അറിയിച്ചു. യുഎസിനെ കൂടുതൽ പുരോഗതിയിലേക്കും സമൃദ്ധിയിലേക്കും നയിക്കുന്നതിൽ വിജയിച്ചതിന് ഹിസ് മജസ്റ്റി ദ കിങ് പ്രസിഡന്റ് ട്രംപിന് ആത്മാർത്ഥമായ അഭിനന്ദനങ്ങളും ആശംസകളുമാണ് അറിയിച്ചത്. വിവിധ ഡൊമൈനുകളിൽ ബഹ്റൈനും യുഎസും തമ്മിലുള്ള
തന്ത്രപരമായ പങ്കാളിത്തം മെച്ചപ്പെടുത്തുന്നതിനുള്ള തൻ്റെ പ്രതിബദ്ധത ഹിസ് മജസ്റ്റി രാജാവ് ഊന്നി പറഞ്ഞു. പരസ്പര താൽപ്പര്യങ്ങൾ നിറവേറ്റുന്നതിനായി സംയുക്ത സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുള്ള ബഹ്റിൻ്റെ പ്രതിബദ്ധത ഹിസ് മജസ്റ്റി ദ കിങ് എടുത്തു പറഞ്ഞു. രാജാവ് US സമ്പദ് വ്യവസ്ഥയുടെ മുൻനിര ആഗോള നിലയെയും അന്താരാഷ്ട്ര സാമ്പത്തിക വളർച്ചയിൽ അതിൻ്റെ നല്ല സ്വാധീനത്തെയും അഭിനന്ദിച്ചു. പ്രസിഡന്റ് ട്രംപ് അഭിനന്ദനങ്ങൾക്ക് രാജാവിനോട് നന്ദി രേഖപ്പെടുത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ശക്തമായ ഉഭയകക്ഷി ബന്ധത്തെ അഭിനന്ദിക്കുകയും താൻ പ്രസിഡന്റായിരിക്കുമ്പോൾ ഈ ബന്ധങ്ങൾ കൂടുതൽ വികസിപ്പിക്കാനുള്ള വ്യഗ്രത പ്രകടിപ്പിക്കുകയും ചെയ്തു. മിഡിൽ ഈസ്റ്റിൽ സുരക്ഷയും സുസ്ഥിരതയും ഉറപ്പാക്കുന്നതിനും അന്താരാഷ്ട്ര സമാധാനത്തിനും സുരക്ഷയ്ക്കും പിന്തുണ നൽകുന്നതിനുമായി പ്രാദേശികവും ആഗോളവുമായ വെല്ലുവിളികളെ അഭിമുഖീകരിക്കുന്നതിനുള്ള സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുള്ള തുടർച്ചയായ ശ്രമങ്ങളുടെ പ്രാധാന്യവും ഇരു നേതാക്കളും എടുത്തു പറഞ്ഞു. കൊല്ലം പ്രവാസി അസോസിയേഷൻ ഇന്ത്യയുടെ 76ാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചു. രാവിലെ KP ആസ്ഥാനത്ത് പ്രസിഡന്റ് മനോജ് മാസ്റ്റർ ദേശീയ പതാക ഉയർത്തി റിപ്പബ്ലിക് ദിന സന്ദേശം നൽകുകയും ചെയ്തു. തുടർന്ന് മധുര വിതരണം നടത്തിയ ചടങ്ങിൽ KPA ജനറൽ സെക്രട്ടറി പ്രശാന്ത് പ്രഭുദൻ, KPA ട്രഷറർ മനോജ് ജമാൽ, KPA സെക്രട്ടറി രാജേഷ് പട്ടാഴി, സെൻട്രൽ കമ്മിറ്റി അംഗങ്ങളായ കിഷോർ കുമാർ, സജീവ് അയ്യൂർ, രഞ്ജിത്ത് ആർ പിള്ള, സജി കുളത്തിങ്കൽ എന്നിവർ സന്നിഹിതരായിരുന്നു. ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കപ്പെട്ടതിൻ്റെയും ഇന്ത്യൻ ഒരു പരമാധികാരിയ റിപ്പബ്ലിക്കായി മാറിയതിൻ്റെയും സ്മരണ പുതുക്കിക്കൊണ്ട് ബഹ്റൈൻ കേരളീയ സമാജം 76ാം റിപ്പബ്ലിക് ദിനം സമുചിതമായി ആഘോഷിച്ചു. സമാജം അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ ജനറൽ സെക്രട്ടറി വർഗീസ് കാരക്കൽ പതാക ഉയർത്തുകയും റിപ്പബ്ലിക് ദിന സന്ദേശം നൽകുകയും ചെയ്തു. സ്വാതന്ത്ര്യം, നീതി, സമത്വം എന്നിവയെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നതിനൊപ്പം രാജ്യത്തിന്റെ കെട്ടുറപ്പ് തകരാതെ കാക്കുന്നതിൽ ഭരണഘടന വഹിക്കുന്ന പങ്ക് ബോധ്യപ്പെടുന്നതുമാണ് റിപ്പബ്ലിക് ദിനത്തിന്റെ മഹത്വമെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. സമാജം ട്രഷറർ ദേവദാസ് കുന്നത്ത്, മുതിർന്ന സമാജം അംഗങ്ങൾ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ബഹ്റൈൻ വളാഞ്ചേരി കൂട്ടായ്മ BVK കണക്ട് എന്ന ആഘോഷ പരിപാടി കലവറ പാർട്ടി ഹാളിൽ വെച്ച് സംഘടിപ്പിച്ചു. 150ഓളം അംഗങ്ങൾ പങ്കെടുത്ത പരിപാടിക്ക് കുടുംബാംഗങ്ങളുടെ കലാപരിപാടികൾക്ക് പുറമെ ബഹ്റൈനിലെ പ്രശസ്തരായ കലാകാരന്മാരുടെ നൃത്തങ്ങൾ, ഗാനമേള തുടങ്ങിയവ ഉണ്ടായിരുന്നു. വൈകിട്ട് 6 മണിക്ക് തുടങ്ങിയ കലാവിരുന്നിന് ശേഷം വിഭവസമൃദ്ധമായ രാത്രി ഭക്ഷണവും ഒരുക്കിയിരുന്നു. പരിപാടിയിലെ പ്രധാനാതിഥിയെ എത്തിച്ചേർന്ന പ്രമുഖ സീരിയൽ സിനി ആർട്ടിസ്റ്റ് ലയ റോബിനുള്ള ഉപഹാരം മുഖ്യ രക്ഷാധികാരി റഹീം മാധവനാട് കൈമാറി. കൂട്ടായ്മ അംഗങ്ങളായ അറേബ്യൻ ബ്രോസ്റ്റഡ് നാസർ, A&B ട്രേഡിംഗ് ഹമീദ്, സിൽവർ ജ്വല്ലറി വാഹി തുടങ്ങിയവർ കലാകാരന്മാർക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു. പ്രവാസ ജീവിതത്തിനിടയിൽ നിർബന്ധമായും ഒരു ചെറിയ സമ്പാദ്യമെങ്കിലും സ്വന്തം പേരിൽ സൂക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും പ്രേക്ഷകരോട് ബഹ്റൈനിലെ പ്രമുഖ സാമൂഹിക പ്രവർത്തകൻ ചെമ്പൻ ജലാൽ ഉദ്ബോധിപ്പിച്ചു. പരിപാടികൾ കോർഡിനേറ്റർ ബിലാൽ, റിഷാദ് വാഴക്കോടൻ, റഷീദ് ബുർഹാമൻ തുടങ്ങിയവർ നിയന്ത്രിച്ചു. പ്രസിഡന്റ് മുനീർ ഉറവക്കോട്ടിലിന്റെ അധ്യക്ഷതയിൽ ജനറൽ സെക്രട്ടറി പ്രവീൺ മേൽപ്പത്തൂർ സ്വാഗതവും രക്ഷാധികാരി ഉമർ ഹാജി ചേനാടൻ, അഹമ്മദ് കുട്ടി തുടങ്ങിയവർ ആശംസകളും അറിയിച്ചു. രാജ്യത്തെ ഏക സിവിൽ കോഡ് നടപ്പിലാക്കുന്ന ആദ്യ സംസ്ഥാനമായി ഉത്തരാഖണ്ഡ്. ഏക സിവിൽ കോഡ് പ്രാബല്യത്തിൽ ഉടൻ വരും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഉത്തരാഖണ്ഡ് സന്ദർശനത്തിന് തൊട്ടു മുൻപായി ഇന്ന് 12:30 UCC പ്രാബല്യത്തിൽ വരിക. ഉത്തരാഖണ്ഡിലെ മുഴുവൻ ആളുകൾക്കും സംസ്ഥാനത്തിന് പുറത്ത് താമസിക്കുന്ന ഉത്തരാഖണ്ഡുകാർക്കും ഏക സിവിൽ കോഡ് ബാധകമായിരിക്കുമെന്നും ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി വ്യക്തമാക്കി. സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ UCC പോർട്ടൽ അനാച്ഛാദനം ചെയ്യുന്ന പരിപാടിക്ക് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി നേതൃത്വം നൽകും. ഗിലൻ ബാരെ സിൻഡ്രോം രോഗം ബാധിച്ചുള്ള ആദ്യത്തെ മരണം റിപ്പോർട്ട് ചെയ്തു. മഹാരാഷ്ട്രയിലെ ചാർട്ടേഡ് അക്കൗണ്ടന്റാണ് രോഗം ബാധിച്ച് മരിച്ചത്. പൂനെയിലെ DSK വിഷ് ഏരിയയിൽ താമസിച്ചിരുന്ന ഇദ്ദേഹത്തിന് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഡയറിയ ബാധിക്കുകയായിരുന്നു. തുടർന്ന് സോലാപൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടുകയും തുടർന്നുള്ള പരിശോധനകളിൽ GBS ആണെന്ന് സ്ഥിരീകരിക്കുകയുമായിരുന്നു. തുടർന്ന് ചികിത്സയ്ക്ക് വേണ്ടി ICUവിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. എന്നാൽ രോഗം ബാധിച്ചതിന് പിന്നാലെ ഇയാൾക്ക് കൈകാലുകൾ അനക്കാൻ സാധിച്ചില്ല. തുടർന്ന് പരിശോധനയിൽ ഇയാൾക്ക് രോഗം ഭേദകമാകുന്നതായി കാണിച്ചതോടെ കഴിഞ്ഞ ദിവസം ഡോക്ടർമാർ ഇയാളെ ICUവിൽ നിന്ന് മാറ്റി. എന്നാൽ പിന്നീട് ശ്വാസതടസ്സം അനുഭവപ്പെടുകയും മരണത്തിന് കീഴടങ്ങുകയുമായിരുന്നു. വയനാട് മാനന്തവാടി പഞ്ചാരക്കൊല്ലിയിൽ ജനങ്ങളെ ഭീതിയിലാഴ്ത്തിയ കടുവ ചത്തു. രാധ എന്ന സ്ത്രീയെ കൊലപ്പെടുത്തി ഭക്ഷിച്ച നരഭോജി കടുവയാണ് ചത്തതെന്നാണ് പ്രാഥമിക നിഗമനം. കടുവ ചത്ത വിവരം വനംവകുപ്പ് സ്ഥിരീകരിച്ചു. ഓപ്പറേഷനിടയിൽ ദൗത്യ സംഘമാണ് ചത്ത നിലയിൽ കടുവയെ കണ്ടത്. കടുവയുടെ ശരീരത്തിൽ മുറിവുകളുണ്ട്. രാധയുടെ കൊലയ്ക്ക് ശേഷം വലിയ ജനകീയ പ്രതിഷേധങ്ങൾക്കും തെരച്ചിലിനും വിവാദങ്ങൾക്കും ഒടുവിലാണ് 4ാം നാൾ പഞ്ചാരക്കൊല്ലിയെ വിറപ്പിച്ച കടുവയുടെ മൃതദേഹം ലഭിക്കുന്നത്. ദൗത്യസംഘത്തിന്റെ നൈറ്റ് പെട്രോളിങ്ങിനിടെ പുലർച്ചെ 2:30 കടുവ ചത്ത നിലയിൽ കണ്ടെത്തിയത്. കടുവയുടെ മരണകാരണം അറിയാൻ വിശദമായ പോസ്റ്റ്മോർട്ടം വേണ്ടിവരുമെന്നും വനംവകുപ്പ് അറിയിച്ചു. ഇന്നലെ തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ചു. കടുവ ചത്തതിൽ വലിയ ആശ്വാസമുണ്ടെന്ന് കൊല്ലപ്പെട്ട രാധയുടെ ഭർത്താവ് അപ്പച്ചൻ പറഞ്ഞു. കടുവയുടെ ദേഹത്ത് ആഴത്തിലുള്ള മുറിവുകളുണ്ടെന്നാണ് പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഇന്നലെ പിലക്കാവ് പ്രദേശത്ത് കടുവയെ കണ്ടതായും ദൗത്യസംഘം അറിയിച്ചിരുന്നു. ഇന്നലെ കടുവയുടെ കാൽപ്പാട് കണ്ട് പരിശോധിച്ചപ്പോഴാണ് ഉദ്യോഗസ്ഥർ കടുവ ചത്ത് കിടക്കുന്നതായി കണ്ടത്. കടുവയുടെ ദേഹത്തെ വരകൾ പരിശോധിച്ച് ചത്തത് നരഭോജി കടുവ തന്നെയെന്ന് ഉറപ്പിച്ചിട്ടുണ്ട്. വനമന്ത്രി AK ശശീന്ദ്രൻ രാവിലെ മാധ്യമങ്ങളെ കാണുമെന്നും അറിയിച്ചു. പഞ്ചാരക്കൊലയിലാകെ ആശങ്ക പരത്തിയ കടുവയെ കണ്ടെത്തിക്കൊല്ലാൻ 10 സംഘങ്ങളെയാണ് നിയോഗിച്ചിരുന്നത്.
വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.